ദിലീപ് നല്ല അഭിനയമാണ്, പക്ഷെ സെക്കൻഡ് ഹാഫ് യൂഷ്വലി CID മൂസിലൊക്കെ ചെയ്യുന്ന പോലെ ചെയ്താൽ എനിക്ക് തോന്നുന്നില്ല ഇനി ഉണ്ടാവുന്ന. അതൊന്നും ആർക്കും ഇഷ്ടമില്ല. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ബോറാണ്. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, ഇമോഷണലി കുറച്ച് കണക്ട് ചെയ്യാം. പിന്നെ ടോപ്പിക്ക് കുറച്ച് റെലവൻറ്റ് ടോപ്പിക്കാണ്, അത്രേ ഉള്ളൂ. സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആണ്. നിങ്ങളെപ്പോലെയൊക്കെയുള്ള ആളുകളെ പറ്റി തന്നെയാണ് പറയുന്നത്. ഒന്ന് റീവിസിറ്റ് നല്ലതാണ്, അങ്ങനെയുള്ള കുറച്ച് ഇമോഷണൽ കണക്റ്റ് ഒക്കെ നല്ലതാണ്. അതർവൈസ് സിനിമ സ്ത്രീ കഥാപാത്രങ്ങൾ കൊള്ളാം. എന്നുവെച്ചാൽ നായികയായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഓവറല്ലേ, പിന്നെ ആ കഥാപാത്രത്തിന് ഓവർ വേണമല്ലോ, അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഉർവശിയുടെ ഗസ്റ്റ് റോള് അത് ഒബ്വിയസ്ലി നല്ലതാണ്. പിന്നെ അതെ 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 ഒന്നും പറയാനില്ല. സിദ്ദിഖ് അവർക്ക് കൊടുത്ത കഥാപാത്രം നന്നായി ചെയ്തു. അവർക്ക് കൊടുത്തതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അയ്യോ ഫാമിലി ആക്ച്വലി അമ്മമാർക്ക് കുറച്ച് ആസ് യൂഷ്വൽ അമ്മമാർക്ക് കുറച്ച് എൻ്റെ അടുത്തിരുന്നവരൊക്കെ നന്നായി എൻജോയ് ഉണ്ടായിരുന്നേ. പിന്നെ അവർ പഴയ സിനിമയുടെ റെഫറൻസ് ഒക്കെ വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കോമഡി എനിക്ക് ചിരിക്കാൻ പറ്റിയില്ലെങ്കിൽ അമ്മമാർക്ക് നന്നായി ചിരിക്കാൻ പറ്റുന്നുണ്ട്. ആസ് യൂഷ്വൽ ദിലീപിൻ്റെ ഒരു ജോണറാണ് ഈ പഴയ തരത്തിലുള്ള ഒരു ഊള കോമഡികൾ പറയാറുന്ന ഇറ്റ്സ് ഫൈൻ. അതെ 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 അതിനൊരു ബ്ലെൻഡിങ് വരുന്നില്ല. അതായത് പുതിയ കാലഘട്ടമായിട്ട് ചിന്തിക്കുന്നില്ല. പണ്ട് എന്തായിരുന്നോ ആ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിക്കൊണ്ട് എനിക്ക് തോന്നുന്നില്ല അത്ര. നല്ല സിനിമ, കുറെ കാലത്തിന് ശേഷം ഉള്ള ഒരു വ്യത്യസ്തമായൊരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ടീമാണെങ്കിൽ അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എടുത്താലല്ലേ ഉള്ളൂ. പിന്നെ എന്താ പറയുന്ന ഒരു ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് പേര് ഓൺലൈൻ മീഡിയ ഒക്കെ ട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ട്രോളല്ല, കാര്യമായ രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. തിരിച്ചു വരവാണെന്ന് വെച്ചാൽ സിനിമ കൊള്ളാം. തിരിച്ചു വരവല്ലേ, ദിലീപോട്ടോട്ടും പോയില്ലല്ലോ. സിനിമ കൊള്ളാം. കഴിഞ്ഞ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, ഈ സിനിമ കൊള്ളാം, ചിരിക്കാനുള്ളതായിരുന്നു. പ്രത്യേക രീതിയിൽ ഞാൻ ഫാൻസൊന്നുമല്ല, എല്ലാവരുടെ സിനിമയും കാണുന്ന ആളാണ്. ഇതിൽ പ്രത്യേകിച്ച് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല കഥയും. 150ാമത് സിനിമയിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടായിരുന്നോ പ്രേക്ഷകർക്ക് വേണ്ടി? സിനിമയിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഉണ്ടായിരുന്നു. അഭിപ്രായ ജനങ്ങളോട് നല്ല കാര്യങ്ങളൊക്കെ സംഭാവന ചെയ്തു. കോമഡിയാണ്, ലാസ്റ്റ് കുറച്ച് ഇമോഷണൽ ആവും. ഉറപ്പായിട്ടും ദിലീപേട്ടൻ നമുക്ക് എന്നും ജനപ്രിയ നടൻ തന്നെയാണ്. അപ്പോൾ ഇതൊരു പുതിയ തിരിച്ചുവരവായിട്ട് തോന്നുന്നു. നന്നായിട്ടുണ്ട്. ദിലീപിൻ്റെ തിരിച്ചുവരവ് കുറച്ചും കൂടെ പ്രതീക്ഷിച്ചു, എന്നാലും നന്നായിട്ടുണ്ട്. നല്ല മൂവിയാണ്. കോമഡിയൊക്കെ സ്റ്റാൻഡേർഡ് കോമഡിയാണ്, എന്നാൽ വലിയ ആർത്തട്ടഹസ്റ്റ് പഴയ ആ ഒരു ദിലീപിൻ്റെ കോമഡിയൊന്നും ഇതിലില്ല. കൊള്ളാം, അത്ര തന്നെ. അല്ല, ബിന്ദു പണിക്കരൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മഞ്ജു പിള്ള അവരുടെയൊക്കെ അഭിനയമൊക്കെ സൂപ്പറാണ്. പിന്നെ സ്ഥിരം ഒരു ക്രൂ ഉണ്ടല്ലോ ദിലീപിൻ്റെ, അതെല്ലാം ഇതിലും ഉണ്ടെന്നുള്ളതാണ്. കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാം. മീൻസ് നമുക്ക് ഒരുപാട് സന്തോഷം. പഴയ ആ ഒരു സിനിമയുടെ ആ ഒരു ഫീലിംഗ് ഒന്നുമില്ല, എന്നാലും ജസ്റ്റ് നല്ല സിനിമയാണ്, നന്നായിട്ടുണ്ട്. ദിലീപേട്ടൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ സൂപ്പർ അഭിനയമാണ്. ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞിട്ട് കുറച്ച് കരയാനുള്ളതുണ്ട്. സെൻറ്റിയാണ്. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഇപ്പം റീസെൻ്റ് ആയിട്ട് വന്ന ദിലീപിൻ്റെ പടങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പം പവി കെയർ ടേക്കറൊക്കെ വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞത് ഓവർ ചളിയാണ്, കാര്യങ്ങളാണ്. അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ദിലീപ് നീറ്റ് പെർഫോമൻസ് ആണ്. മ്യൂസിക്കും പടത്തിനകത്ത് പോയിട്ടുണ്ട്. കുറേ ചിരിക്കാനുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയക്കാരനുണ്ടാകുന്ന ദോഷങ്ങളെപ്പറ്റി ചർച്ച ചെയ്ത് ഒരു മെസ്സേജോടെ നിർത്തുന്നു. ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടും. ഒരു സിമ്പിൾ പടം, അതായത് ഭയങ്കര സംഭവമല്ല, മോശം പടമല്ല, ഒരു സിമ്പിളായിട്ട് കാണാൻ പറ്റിയ ഒരു വാച്ചബിൾ മൂവി. അത് ബോക്സ് ഓഫീസിൽ ഹിറ്റ് ആവാനുള്ളതുണ്ട്. ഫാമിലി ഓഡിയൻസ് ഒന്ന് കയറി ഹിറ്റ് ആവാനുള്ളതുണ്ട്. അല്ലാതെ നമ്മൾ 2 കൺട്രീസ് ലെവൽ അങ്ങനത്തെ ഒരു പടം പ്രതീക്ഷ വരരുത്. അതിന്റെ ടീസർ കാണുമ്പോൾ തന്നെ അറിയാലോ അതെങ്ങനെ ഒരു പടമാണെന്ന്. പക്ഷേ വിജയശനകളും ചിരിക്കാനുണ്ടായിരുന്നു, കോമഡിയൊക്കെ ഉണ്ട്. ധ്യാന അത്യാവശ്യം റോള് കുറവാണ്, എന്നാലും ഉള്ളത് ബോറാക്കാതെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. ആരും വെറുപ്പിക്കലൊന്നുമില്ല. നല്ല മൂവിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു 10 വർഷം മുമ്പിലാണെങ്കിൽ ഈ സിനിമ ബെറ്ററാണ്. അതാണ് അതിൻ്റെ അവസ്ഥ. കാര്യം വെച്ചത് മേക്കിംഗ് മൂവിയല്ലേ. ഇപ്പോഴത്തെ നമ്മളിപ്പം പുതിയ സിനിമകളെല്ലാം തന്നെ മേക്കിങ്ങിലാണ് മൂവി നിൽക്കുന്നത്. പക്ഷെ ഇതെന്ന് പറയുന്നത് മേക്കിങ്ങിലല്ല, പകരം സ്റ്റോറി ബേസ്ഡ് മൂവിയാണ്. ഈ സ്റ്റോറി എന്ന് പറയുമ്പോൾ നമുക്കൊരു 10 വർഷം മുന്നേ ഉള്ള സ്റ്റോറിയാണ്, നമുക്കത് ഓക്കെയാണ്. ആക്ടേഴ്സ് ബേസിൽ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒറ്റ പ്രശ്നം ഇതേ ഉള്ളൂ, ഇതൊരു പുതിയ സമയത്ത് നമ്മളിപ്പോൾ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ഈ മൂവി എത്രത്തോളം റെലവൻ്റ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും നമ്മളിപ്പോൾ ഒരു 200 രൂപ കൊടുത്തൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ മുതലാവുന്ന തരത്തിലുള്ളൊരു മൂവിയാണ്. അത്യാവശ്യം തമാശയുണ്ട്, ദിലീപിൻ്റെ പഴയ രീതിയിലുള്ള ആയിരിക്കും. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞത് ഇനിയുള്ള കാലത്തൊക്കെ നമ്മളൊരു മൂവി ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ പുതുമ അല്ലെങ്കിൽ മേക്കിങ്ങിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. എന്തായാലും കുഴപ്പമില്ല, അത്യാവശ്യം മൂവി വലിയ കുഴപ്പമില്ലാത്ത മൂവിയാണ്. ഓക്കെ.
നല്ല പ്ലേസിംഗ് ആണ്, നല്ല സ്ക്രിപ്റ്റ് വർക്ക് ഉണ്ട്, കാര്യങ്ങളൊക്കെ നല്ലൊരു അവതരണം ആണ്. ഓക്കെ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ട്രെയിലറും കാര്യങ്ങളൊന്നും കണ്ടിരുന്നില്ല. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ നല്ലൊരു കാര്യമായിരുന്നു. നല്ല പടമാണ് കേട്ടോ, നല്ല എല്ലാവരും കാണാം. കോമഡി അല്ല, ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെ പറയാം. സൽമാ താത്ത, മഞ്ജു ചേച്ചി നല്ലോണം ഇതായിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഇഷ്ടപ്പെട്ടു ദിലീപിനെ നല്ലോണം ഇഷ്ടമായി. ആയി ഓക്കെ. ഒരുപാടുണ്ടായിരുന്നു. തമാശ എങ്ങനെയുണ്ട് സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ? ബിന്ദു പണിക്കര്, മഞ്ജു പിള്ള, ഉർവശി, എല്ലാവരും നല്ല ആക്ടിങ്. നല്ല കുഴപ്പമില്ല, ആവറേജ്. മൂവി